പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് സഹ-എഡിയൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ദൗത്യത്തിലാണ് ടിങ്കർ ചാമ്പ്സിന്റെ ചേഞ്ച് മേക്കിംഗ് സീരീസിലേക്ക് സ്വാഗതം. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ടിങ്കറിംഗ്, പ്രശ്നപരിഹാര നവീകരണം, സംരംഭകത്വം, ചേഞ്ച് മേക്കിംഗ്, മറ്റ് വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് ടിങ്കർ ചാമ്പ് നിരവധി ലേണിംഗ്, മൈക്രോ ലേണിംഗ് മൊഡ്യൂളുകൾ പുറത്തിറക്കുന്നു. 10 ഭാഗങ്ങളുള്ള ഈ പോഡ്കാസ്റ്റ് പരമ്പരയിൽ ചേഞ്ച് മേക്കിംഗിന്റെ അവശ്യകാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ഒരു ചേഞ്ച് മേക്കർ ആകാമെന്നും മനസ്സിലാക്കാൻ ടിങ്കർ ചാമ്പ്സ് നിങ്ങളെ സഹായിക്കും. ഓരോ പോഡ്കാസ്റ്റും ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്. നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ചേഞ്ച് മേക്കിംഗിനെക്കുറിച്ചുള്ള ഒരു പ്രവർത്തനം ഉൾപ്പെടുന്നു. കൂടുതൽ ആലോചനകളില്ലാതെ രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ള 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന മാറ്റത്തിന് കാരണക്കാരിയുമായ ടിങ്കർ ചാമ്പ് ആവനി ശർമ്മയുടെ എപ്പിസോഡ് 5 നിന്ന് നമുക്ക് ആരംഭിക്കാം. സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ആഴത്തിലൊരു വിഷയം ചർച്ച ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ലേഖനങ്ങൾ, പിന്നെ റിപ്പോർട്ടുകൾ, ചില വ്യക്തിഗത കുറിപ്പുകൾ, ഇതൊക്കെ വെച്ചാണ് സംസാരം. അതെ. അപ്പോ ഇവയെല്ലാം നോക്കുമ്പോൾ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, ചേഞ്ച് മേക്കേഴ്സ്, അവരുടെ യാത്രയിലെ ആ ഒരു വൈകാരികമായ കയറ്റിറക്കങ്ങൾ, അതിനിടയിലും എങ്ങനെ പ്രചോദിതരായി നിൽക്കാം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. ഈ കിട്ടിയ മെറ്റീരിയൽസ് അത് രസകരമാണ്. കാരണം വെറും വിജയകഥകൾ മാത്രമല്ല ഇതിലുള്ളത്. അതെ. അതിന്റെ ഇടയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, സംശയങ്ങൾ, അതൊക്കെ തുറന്നു പറയുന്നുണ്ട്. തുടക്കത്തിലെ ആ ഒരു ആവേശം, പിന്നെ നേരിടുന്ന യാഥാർത്ഥ്യങ്ങള്, തളർന്നു പോകുമ്പോൾ കിട്ടുന്ന താങ്ങുകൾ, ഇതൊക്കെ ഇതിൽ കാണാം. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ്. കൃത്യം. വെറും ഉപദേശങ്ങൾ എന്നതിനപ്പുറം ഈ സ്രോതസ്സുകൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം, അല്ലേ? അതെ. അപ്പോ ആദ്യമായിട്ട് ഈ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളില് സാധാരണയായി വരുന്ന ആ ഒരു കഠിനമായ ഘട്ടം, അതിനെക്കുറിച്ച് തുടങ്ങാം. നിങ്ങളുടെ ഒരു ലേഖനത്തില് ഇതിന് ആദ്യത്തെ മതിൽക്കെട്ട് എന്നോ മറ്റോ പറയുന്നുണ്ടല്ലോ. ശരിയാണ്. ആ ലേഖനത്തിൽ പറയുന്ന പോലെ തുടക്കത്തിൽ നല്ല ഊർജം കാണും, ആവേശം കാണും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ കുറഞ്ഞു വരാം. സ്വാഭാവികമാണ്. ചിലപ്പോ പഠിത്തത്തിന്റെ ഭാരം കൂടുമ്പോൾ, അല്ലെങ്കിൽ ടീം അംഗങ്ങൾക്ക് ആ പഴയ ഉത്സാഹമില്ലാതാവുമ്പോൾ, അതുമല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഒരു സാധനം, ഒരു പ്രോട്ടോടൈപ്പ്, അത് വീണ്ടും വീണ്ടും ശരിയാവാതെ വരുമ്പോൾ, അപ്പൊ ഒരു തോന്നൽ വരും, ഞാനിത് തുടരണോ, ഇതുകൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ. സാധാരണമാണല്ലേ അത്? വളരെ സാധാരണമാണ്. പക്ഷേ ആ ലേഖനം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ തോന്നുന്നത് നിങ്ങൾ തോറ്റുപോയത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ശരിക്കും ഒരു അർത്ഥവത്തായ കാര്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതിന്റെ തെളിവാണത്. നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ലക്ഷണമാണത്. ഈ സമയത്ത് തന്നെയാണല്ലോ ഈ സംശയങ്ങൾ വല്ലാതെ കൂടുന്നത്. നിങ്ങളുടെ ഒരു കുറിപ്പിലും അത് കണ്ടു. എനിക്കിതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അയ്യോ മറ്റുള്ളവരെത്ര നന്നായി ചെയ്യുന്നു, എന്റെ ഈ ഐഡിയ അത്ര പോരാ, ഇങ്ങനത്തെ ചിന്തകൾ. സെൽഫ് ഡൗട്ട്. അതെ. ഇതിനെ എങ്ങനെയായി മെറ്റീരിയൽസ് നോക്കി കാണുന്നത്? നിങ്ങൾ തന്ന വേറൊരു ലേഖനത്തില് ഇതിനെ വളർച്ചയുടെ സിഗ്നലുകളായിട്ട് കാണാനാ പറയുന്നത്. ഓഹോ. അതായത് എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഓക്കെ, ഈ ഭാഗത്ത് എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയൊന്ന് മാറ്റിപ്പിടിക്കണം എന്നൊരു തിരിച്ചറിവായിട്ട് എടുക്കാൻ പറ്റുമോ നോക്കുക. ശരി ശരി. സംശയങ്ങളെ ഒരു ശത്രുവായി കാണാതെ ഒരു വഴികാട്ടിയായി കാണാൻ ശ്രമിക്കാനാണ് ആ ലേഖനം പറയുന്നത്. നമ്മൾ ആരാധിക്കുന്ന പലരും, വിജയിച്ചവരൊക്കെ ഇതേ ചിന്തകളിലൂടെ പോയവരാണ്. പക്ഷെ അവരതിൽ തളർന്നുപോയില്ല. അതാണ് വ്യത്യാസം. നിങ്ങളുടെ കുറിപ്പിൽ തന്നെയുണ്ട് ഒരു സംരംഭകന്റെ വാചകം: സംശയങ്ങൾ വരും, പക്ഷെ അവയെ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തരുത് എന്ന്. കൊള്ളാം. ആ ഒരു സമയത്ത് ശരിക്കും ഒരു ആന്തരിക ശക്തി വേണം, അല്ലേ? ചില സ്രോതസ്സുകൾ അതും പറയുന്നുണ്ട്. പുറത്തുനിന്ന് അംഗീകാരം കുറയുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മോശമാകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു നങ്കൂരം, അതെന്താണ്? അത് പലർക്കും പലതായിരിക്കും. ചിലർക്ക് അവർ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് ആ സമുദായത്തോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും. മറ്റു ചിലർക്ക് അത് സ്വന്തം വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, അതിലുള്ള ഉറപ്പായിരിക്കും. നിങ്ങൾ തന്ന ഒരു ഇന്റർവ്യൂവില് ഒരു സാമൂഹിക പ്രവർത്തക പറയുന്നുണ്ട്, ഏറ്റവും പ്രതിസന്ധി വന്നപ്പോ അവരോർത്തത് ഈ ലക്ഷ്യം അവർക്ക് വ്യക്തിപരമായി എത്ര പ്രധാനപ്പെട്ടതാണ് എന്നാണ്. പുറത്തെ കൈയടിയല്ല പ്രധാനം. ശരിയാണ്. എന്തിന് എന്ന ചോദ്യമില്ലേ, യോ വൈ, അതിനുള്ള ഉത്തരം തന്നെയാണ് പലപ്പോഴും ഈ നങ്കൂരം. ബുദ്ധിമുട്ട് വരുമ്പോ ഓർക്കാൻ നിങ്ങൾക്ക് എന്താണ് കാരണം, അത് കണ്ടെത്തണം, അതിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെയും സംശയങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞു. എന്നാലും ഈ യാത്ര എങ്ങനെ ഒരു സുസ്ഥിരമായിട്ട് സസ്റ്റൈനബിളി കൊണ്ടുപോകാൻ പറ്റും?
കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഈ പേപ്പേഴ്സിലൊക്കെ ബേൺ ഔട്ട് എന്നൊരു അപകടത്തെപ്പറ്റി നല്ല മുന്നറിയിപ്പ് കാണുന്നുണ്ട്. തീർച്ചയായും ബേൺ ഔട്ട്, മാനസികവും ശാരീരികവുമായ തളർച്ച, അത് പല ലേഖനങ്ങളിലും വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഈ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസിനിടയിൽ ഇത് വളരെ സാധാരണമാണെന്ന്. പക്ഷെ പലപ്പോഴും തിരിച്ചറിയാറില്ല. ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുക, കിട്ടുന്ന എല്ലാ അവസരവും ഏറ്റെടുക്കാൻ നോക്കുക, സ്വന്തം ആരോഗ്യം നോക്കാതിരിക്കുക, ഇതൊക്കെ അതിലേക്ക് നയിക്കാം. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ബേൺ ഔട്ട് എന്നത് ഒരാളുടെ വീക്ക്നെസ് അല്ല. അത് സാഹചര്യങ്ങളുടെയും ഒരുപാട് അധ്വാനിക്കുന്നതിന്റെയും ഫലമാണ്. അപ്പൊ വിശ്രമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റണമെന്നാണോ? ഒരു ലേഖനത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് വിശ്രമം വെറും ഒരു ജോലി കഴിഞ്ഞിട്ടുള്ള സമ്മാനമല്ല, അത്യാവശ്യമാണെന്ന്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ആ ലേഖനത്തിൽ നല്ലൊരു ഉപമയുണ്ട്, നിറയാത്ത പാത്രത്തിൽ നിന്ന് പകരാനാവില്ല എന്ന്. ശരിയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ സ്വന്തം ഊർജം, സന്തോഷം അത് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. വൈകാരികമായ സുസ്ഥിരത, ഇമോഷണൽ സസ്റ്റൈനബിലിറ്റി, അത് യാത്രയുടെ ഒരു അടിത്തറയാണ്. നിങ്ങളുടെ ഒരു ഡയറി കുറിപ്പിൽ ഒരാൾ എഴുതിയിരിക്കുന്നത് കണ്ടു, എന്റെ പ്രൊജക്ട് നന്നായി പോകുന്നുണ്ട്, പക്ഷേ എന്റെ ഉള്ളിലെ സന്തോഷം കുറയുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന്. ഇത് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു സ്റ്റെപ്പാണ്. പഠനം, ജോലി, കുടുംബം, പിന്നെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാം കൂടി കൊണ്ടുപോകുമ്പോൾ ഒരു താളം കണ്ടെത്താൻ അത് വലിയ പാടാണ്. ശരിയാണ്. ഒരു ലേഖനം പറയുന്നത് കേട്ടു, എല്ലാ ദിവസവും ഒരു കൃത്യം ബാലൻസ് നോക്കുന്നതിനേക്കാൾ ഒരു ലോങ് ടേമിൽ ഒരു താളം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടതെന്ന്. അതെങ്ങനെ പ്രായോഗികമാക്കാം? ആ ലേഖനം പറയുന്ന പോലെ എല്ലാ ദിവസവും എല്ലാം ഒരുപോലെ ചെയ്യാൻ നോക്കുന്നത് ചിലപ്പോൾ നടക്കില്ല. ചില ആഴ്ചകളിൽ പഠിത്തത്തിന് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും. വേറെ ചിലപ്പോൾ പ്രൊജക്റ്റിനായിരിക്കും കൂടുതൽ സമയം വേണ്ടിവരിക. ചിലപ്പോൾ ചില ദിവസങ്ങൾ മൊത്തത്തിലൊന്ന് മാറി നിൽക്കേണ്ടി വരും, വിശ്രമിക്കാൻ. അതെ, ഇതിനെ ഒരു സീസണൽ ബാലൻസ് എന്നൊക്കെ പറയാം. ഓരോ സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് ഊന്നൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ടൈം മാനേജ്മെന്റിനെ കുറിച്ചുള്ള ചില ടിപ്സിലൊന്ന്, എത്ര സമയമുണ്ട് എന്നതിലല്ല, ഉള്ള സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. വളരെ ശ്രദ്ധയോടെ, ഇന്റൻഷനോടെ ചെയ്യുന്ന ഒരു അരമണിക്കൂറാണെങ്കിൽ പോലും അതിന് വലിയ ശക്തിയുണ്ടാവും. സ്ഥിരതയാണ് പ്രധാനം, വേഗതയല്ല. അതുപോലെ നിങ്ങളൊരു സ്രോതസ്സില് അലൈൻമെന്റ് എന്ന വാക്ക് കണ്ടു. അതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ഉള്ളിലെ മൂല്യങ്ങളുമായിട്ട് എത്രത്തോളം ചേരുന്നു എന്നത്. വെറും പ്രഷർ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു അലൈൻമെന്റിൽ നിന്ന് ചെയ്യുമ്പോഴാണ് നല്ല മാറ്റം വരുന്നതെന്ന്. അതെന്താണെന്ന് കുറച്ചുകൂടി പറയാമോ? തീർച്ചയായും. അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ഒരേ ലൈനിൽ വരുന്നു എന്നൊരു തോന്നൽ. ഓക്കെ. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ സഹായിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ പണി നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല, പകരം അതൊരു ഊർജം തരും. ഒരുപാട് പണിയെടുക്കുന്നുണ്ടാവും, പക്ഷെ അതിലൊരു സംതൃപ്തി കാണും. എന്നാൽ വെറും സമ്മർദ്ദം കൊണ്ടോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചെയ്യണമല്ലോ എന്ന കടമ കൊണ്ടോ മാത്രം ചെയ്യുമ്പോൾ ഈ അലൈൻമെന്റ് പോകും. ശരിയാണ്. അപ്പോൾ ആ ജോലി ഒരു ഭാരമാവും, ചിലപ്പോൾ ബേൺ ഔട്ടിലേക്ക് പോകും. നിങ്ങളുടെ ഈ സോഴ്സസിലെ പല വിജയകഥകളിലും ഈ ഒരു അലൈൻമെന്റ് കാണാം. അവർ ചെയ്യുന്നത് അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യമാണ് എന്നൊരു ഉറപ്പ്. ഈ യാത്രയിൽ പിന്നെ പ്രചോദനം നിലനിർത്തുന്നതും വലിയ വെല്ലുവിളിയാണല്ലോ. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി വന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഊർജം കണ്ടെത്തുന്നത്? നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ എന്തു പറയുന്നു? പോവുക. നിങ്ങളുടെ ഒരു കുറിപ്പിലെ ആ ചോദ്യം പോലെ, ഈ പ്രശ്നം തീർന്നാൽ ആരുടെ ജീവിതത്തിലാണ് മാറ്റം വരിക? ആ ലക്ഷ്യം ഒന്നുകൂടെ ഓർക്കുന്നത് നല്ല ഊർജം തരും. ശരിയാണ്. പിന്നെ വേറൊന്ന്, ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇത് പല ലേഖനങ്ങളിലും വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയതോ ആഘോഷിക്കണം. ഒരാളുടെ അടുത്തോ നല്ലൊരു വാക്ക് കേട്ടതോ ആഘോഷിക്കണം. ഒരു പ്രശ്നം വന്നപ്പോൾ ടീം ഒരുമിച്ച് അതിനെ നേരിട്ടതോ അതും ആഘോഷിക്കാനുള്ള കാരണമാണ്. വലിയൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. പരാജയത്തെ കാണുന്ന രീതിയും പ്രധാനമാണെന്ന് തോന്നുന്നു. ഒരു ലേഖനത്തിൽ കണ്ടു, പരാജയം എന്നത് പഠിക്കാനുള്ളൊരു ഫീഡ്ബാക്ക് ആണ് എന്ന്. അതായത് അത് കഥയുടെ അവസാനമൊന്നുമല്ല, ചിലപ്പോൾ വഴി മാറ്റാനുള്ളൊരു സൂചനയാണെന്ന്. അതെ, പരാജയത്തെ ഒരു ഫൈനൽ സ്റ്റോപ്പായി കാണരുത്. അത് ഈ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഇതെന്റെ കഥയുടെ അവസാനമല്ല, ഇതൊരു വഴിത്തിരിവാണ്. ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഒരു ചിന്ത, അതോടൊപ്പം തന്നെ ശുഭാപ്തി വിശ്വാസം, ഒപ്റ്റിമിസം, അതിന്റെ പങ്കും ഈ സോഴ്സസ് പറയുന്നുണ്ട്. പ്രശ്നങ്ങളെ കാണാതിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം, അല്ല, പക്ഷെ സാധ്യതകളിൽ വിശ്വസിക്കുക. ഇത് ബുദ്ധിമുട്ടാണ്, എന്നാലും ഇതിനൊരു വഴി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു മനോഭാവം. നിങ്ങളുടെ ഒരു ലേഖനം അതിനെ റിയലിസ്റ്റിക് ഒപ്റ്റിമിസം എന്ന് വിളിക്കുന്നുണ്ട്. യാഥാർത്ഥ്യബോധത്തോടെയുള്ള ശുഭാപ്തി വിശ്വാസം. ഈ യാത്രയില് ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ പിന്തുണയുടെ കാര്യം നിങ്ങൾ തന്ന മിക്കവാറും എല്ലാ പേപ്പേഴ്സിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ടീം അംഗങ്ങൾ, കൂട്ടുകാർ, മെന്റർമാർ, കുടുംബം, ഈ സപ്പോർട്ട് സിസ്റ്റംസ് എങ്ങനെയാ സഹായിക്കുന്നത്? മാറ്റം കൊണ്ടുവരുന്നത് ഒരു ടീം സ്പോർട്സ് ആണെന്ന് ഒരു ലേഖനം പറയുന്നു. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ കൂടുതൽ തളർന്നു പോകും. ശരിയാണ്. നമ്മുടെ വിഷൻ മനസ്സിലാക്കുന്ന, നമ്മൾ തളരുമ്പോഴൊന്ന് താങ്ങുന്ന, എന്തിനാ തുടങ്ങിയതെന്ന് ഓർമ്മിപ്പിക്കുന്ന ആളുകൾ, അവര് ചുറ്റുമുണ്ടാവുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഒരു സോഴ്സിൽ ഓൺലൈൻ കമ്മ്യൂണിറ്റികളുടെയും മെന്റർഷിപ്പിന്റെയും ഒക്കെ സാധ്യതകളെ പറ്റിയും പറയുന്നുണ്ട്. ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമായി സംസാരിക്കുന്നത് പുതിയ ഐഡിയ കിട്ടാനും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ വരാനുമൊക്കെ നല്ലതാണ്. സഹായം ചോദിക്കാൻ മടിക്കരുത്. അതൊരു കുറവല്ല, അതൊരു ശക്തിയാണ്. അതെ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ കൂടുതൽ വേഗത്തിൽ ഉയരും. അവസാനമായിട്ട് ഈ സ്രോതസ്സുകളൊക്കെ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നിങ്ങളൊരു മാറ്റത്തിന്റെ ആളാണ് എന്നതിന്റെ തെളിവാണ്. ഒരു ലേഖന പറയുന്ന പോലെ ലോകത്തിന് വേണ്ടത് പെർഫെക്റ്റ് ആളുകളെ അല്ല, സ്ഥിരോത്സാഹമുള്ളവരെയാണ്. വളരെ ശരിയാണ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു മാറ്റം കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഐഡിയ ചിലപ്പോൾ ചെറുതായിരിക്കാം, ഇതുവരെ വലിയ വിജയമൊന്നും കണ്ടില്ലായിരിക്കാം. എന്നാലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നുണ്ട്, ഒരു നല്ല ഭാവിക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രധാനം. നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ കറക്റ്റ് സമയത്താണ്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ, വെല്ലുവിളികളെ എങ്ങനെ നേരിടാം, സംശയങ്ങളെ എങ്ങനെ കാണാം, ആന്തരിക ശക്തി എങ്ങനെ കണ്ടെത്താം, ബേൺ ഔട്ട് വരാതെ എങ്ങനെ നോക്കാം, ഒരു താളം എങ്ങനെ കണ്ടെത്താം, പ്രചോദനം, പിന്തുണ, ശുഭാപ്തി വിശ്വാസം, ഇതൊക്കെ നിങ്ങളുടെ ഈ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ നല്ല ഉൾക്കാഴ്ചകളാണ്. ഓർക്കേണ്ട കാര്യം, ഈ യാത്ര എന്നത് വലിയ വിജയ നിമിഷങ്ങളെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ദിവസവും എടുക്കുന്ന ചെറിയ ധീരമായ ചുവടുകളെക്കുറിച്ചാണ്. നിങ്ങളുടെ ഒരു സോഴ്സിൽ പറഞ്ഞ ഇംപാക്ട് മാപ്പ് എന്നൊരു ഐഡിയ അതിവിടെ പറയാൻ പറ്റിയ ഒന്നാണ്. എന്താണത്? അതായത് നമ്മുടെ പ്രവൃത്തികൾ ചിലപ്പോ നേരിട്ടല്ലാതെ പോലും ആരൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് ഒരു ചിത്രം പോലെ വരച്ചു നോക്കുന്നത്. അത് നമ്മുടെ സ്വാധീനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനും പ്രചോദനം കിട്ടാനും ഒക്കെ സഹായിക്കും. ഒരു പേപ്പർ എടുത്ത് നടുക്ക് നമ്മളെ അടയാളപ്പെടുത്തുക. ചുറ്റും നമ്മുടെ പ്രവർത്തനം നേരിട്ട് ബാധിക്കുന്ന ആളുകളെയോ ഗ്രൂപ്പുകളെയോ വരയ്ക്കുക. പിന്നെ അവർ കാരണം ആർക്കൊക്കെ മാറ്റം വരുന്നുവെന്ന് ചിന്തിച്ച് അടുത്തൊരു വട്ടം വരയ്ക്കുക. അപ്പോ നമുക്കൊരു വലിയ ചിത്രം കിട്ടും. കൊള്ളാം, അതൊരു നല്ല പ്രാക്ടിക്കൽ ടിപ്പാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് നിങ്ങളുടെ ഒരു ലേഖനത്തിലെ അവസാന വരികളിൽ നിന്ന് കിട്ടിയ ഒരു ചിന്തയാണ്. പറയൂ. ഈ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടയിൽ നമ്മളെ തന്നെ നോക്കുന്നത്, സ്വയം പരിപാലിക്കുന്നത്, അതൊരു സ്വാർത്ഥതയല്ല, അതൊരു വിപ്ലവകരമായ പ്രവൃത്തിയാണ്. കാരണം തളർന്നു പോകാതെ ഈ യാത്ര കുറേ കാലം തുടരണമെങ്കിൽ അത് അത്യാവശ്യമാണ്. നമ്മുടെ ഊർജവും സമാധാനവുമാണ് നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന് നന്ദി. യാത്ര തുടരുക.